നമസ്കാരം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നതെന്ന് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. പല ആളുകളും ഇപ്പോൾ സ്നേഹം വിട്ടു പോകുന്ന ഒരവസ്ഥയിലായിരിക്കും. സ്നേഹിച്ച് നല്ല രീതിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നിരിക്കും. ഇപ്പോൾ അതെല്ലാം കുറ്റപ്പെടുത്തലും പ്രശ്നങ്ങൾ കൊണ്ടും ഒഴിവായി പോകുന്ന ഒരവസ്ഥയിൽ ആണ് എങ്കിൽ, ഒരു കോണ്ടാക്റ്റിലും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെന്താ ചെയ്യേണ്ടത്, എങ്ങനെ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ആ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പോൾ പറയുന്നത്, സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങളിലൂടെയൊക്കെ അകന്നു പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് എന്ന് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുക. അങ്ങനെയാണെങ്കിലാണ് ആ വ്യക്തി നിങ്ങളെ വിട്ടു പോകാതിരിക്കുകയുള്ളൂ. അതിന് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഇത് ചെയ്ത ഗുണമുണ്ടോ പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ ചെയ്യാതെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ കാര്യം ചെയ്യുക. അതിന് ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു 10 മിനിറ്റ് നേരം ദിവസവും അതിനു വേണ്ടി മാറ്റി വെക്കുക. ഒരു 21 ദിവസം നിങ്ങളത് ചെയ്യണം. ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾ കണ്ണടച്ചിരുന്ന് കുറച്ച് നേരം ശ്വാസത്തിൽ ശ്രദ്ധിച്ച് നിങ്ങളുടെ ചിന്തകളെ ഇല്ലാതാക്കി, പരമാവധി ചിന്തകളെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ കുറഞ്ഞു വരും. അങ്ങനെ ചിന്തകളെ ഇല്ലാതാക്കിയതിനു ശേഷം കുറച്ച് നേരം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വ്യക്തിയെ നമ്മൾ ഒരു ചെറുനാരങ്ങ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തിയെ മനസ്സിൽ ഒരു ഇമാജിൻ പോലെ കാണുക. ആ വ്യക്തിയെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതും ആ വ്യക്തി നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നതും സ്നേഹത്തോടെ പെരുമാറുന്നതും, നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നതും സംസാരിക്കുന്നതുമായിട്ടൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഇത് തുടർച്ചയായി 21 ദിവസം നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു ചെറുനാരങ്ങയാണ് നമുക്കതിനാവശ്യം. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ടത് നമ്മൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ചില ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്കിതിന് ഫലം കിട്ടാതെ വരുന്നത്. കാരണം കണ്ണടച്ചിരിക്കുമ്പോൾ മറ്റ് പല ചിന്തകളും കയറി വരികയും ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതെ, ഇപ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണെങ്കിലും നെഗറ്റീവായ കാര്യങ്ങളൊക്കെ കയറി വരും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് അതിന് ഫലമില്ലാതെ വരുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത്, അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിച്ച് കിട്ടുകയും ചെയ്യും. ഇത് പൂർണ്ണമായിട്ടും നമ്മളുടെ ഒരു എനർജി ബേസിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നമ്മളിൽ നിന്ന് പോകുന്ന ഒരു ഊർജം, നമ്മൾ എന്തു കാര്യത്തെ ഉദ്ദേശിച്ചാണോ നമ്മളിൽ നിന്ന് അത് പോകുന്നത്, ഏത് വ്യക്തിയെ ഉദ്ദേശിച്ചാണോ ആ വ്യക്തിയിലേക്ക് അത് എത്തുക തന്നെ ചെയ്യും. നമ്മൾ കണ്ണടച്ചുകൊണ്ടിരുന്ന് ആ വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയിലേക്കാണ് നമ്മളിൽ നിന്ന് അത് പോകുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തിയിലെത്തിയ അതിൽ ആ വ്യക്തിക്കൊരു മാറ്റം ഉണ്ടാവുകയും ആ മാറ്റത്തെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ തുടങ്ങുകയും ചെയ്യും. കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ശരിക്ക് വർക്കാവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നമ്മളോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ വിശ്വാസം വരും. അപ്പോൾ നമ്മൾ കൂടുതൽ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടും നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോൾ പൂർണ്ണമായും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തവസ്ഥയിലാണോ ഉള്ളത് എങ്കിലും അതെല്ലാം മറന്ന് ആ വ്യക്തി നിങ്ങളുമായി വളരെ സ്നേഹത്തിലാണ്, നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹം ആ വ്യക്തി മനസ്സിലാക്കുന്നു എന്ന രീതിയിൽ നിങ്ങളിത് ചെയ്യാൻ തുടങ്ങുക. അപ്പം തന്നെ പതുക്കെ നിങ്ങളുടെ ഈ കാര്യങ്ങൾ എല്ലാം മാറി തുടങ്ങും. അത് ഏകാഗ്രതയോടുകൂടി ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം മാത്രമേ ഇതിലുള്ളൂ, മറ്റുള്ള ചിന്തകൾ വരാതെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.